ഒരു വാർഡിലെ മുഴുവൻ CPM നേതാക്കളും പാർട്ടി വിട്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം CPM എന്നൊരു പാർട്ടി ഇതുവരെ പിടിച്ചു നിന്നത് അവരുടെ കേഡർ സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളായി കേരളത്തിൽ മൊത്തത്തിൽ നേതാക്കളും പ്രവർത്തകരും ഇങ്ങനെ CPM വിടുകയാണ്. പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് CPM-ൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല. എങ്കിലും അതിൽ വ്യത്യസ്തമായി തോന്നിയ വാർത്ത കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ നിന്നുള്ളതാണ്. CPM-ൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം ഒരു വാർഡിൽ ഏതൊക്കെ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്, അങ്ങനെ ഒരു 50-ലധികം പേർ പാർട്ടി വിട്ടു എന്നുള്ളതാണ് ആ വാർത്ത. പഞ്ചായത്ത് പ്രസിഡന്റ് K. വത്സലകുമാരി അടക്കമുള്ളവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. കുന്നത്തൂർ പഞ്ചായത്തിലെ പുത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 50-ലധികം പേർ പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഒറ്റ കാര്യം ഇവിടെ ആലോചിച്ചാൽ മതി, CPM ഇങ്ങനെയായിരുന്നുവോ എന്നുള്ളത്. ഇനി സ്വന്തം അച്ഛനും അമ്മയും പാർട്ടി വിട്ടാൽ പോലും, അഖിലേന്ത്യാ സെക്രട്ടറി പാർട്ടി വിട്ടാലും ഒരു കുഞ്ഞും പാർട്ടിയിൽ നിന്നും അനങ്ങാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴിതാ ഒരു വാർഡിൽ തന്നെ CPM നാമാവശേഷമാകുന്നു. അങ്ങനെ CPM ഇല്ലാത്ത വാർഡുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ കേട്ടത് എത്ര CPM നേതാക്കൾ ഇങ്ങനെ പാർട്ടി വിട്ട വാർത്തകളാണ്. പ്രധാനപ്പെട്ട നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമായി ഇരുന്നവർ അങ്ങനെ പലരും CPM-ൽ നിന്നും രാജിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പ്രത്യേകത. ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. എങ്ങോട്ട് പോകുന്നു എന്ന് വച്ചാൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും എന്നുള്ളത്. തീവ്രത കൂടുതലുള്ളവർ BJP-യിലേക്ക് പോകും. മതേതര ചേരിയിൽ നിൽക്കുന്നവർ ആണെങ്കിൽ അത് കോൺഗ്രസിലേക്ക് പോകും. കോൺഗ്രസിലേക്കാണെങ്കിൽ അല്പം ആശ്വസിക്കാം CPM-ന് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് പോകുന്നത് കുറവായിരിക്കും. അവർ BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി തുടങ്ങിയതുപോലെയായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. കോൺഗ്രസിൽ തമ്മിൽ തല്ല് പതിവാണ്. എങ്കിലും CPM-ൽ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPM-കാർ കൂട്ടത്തോടെ പാർട്ടി മാറുകയാണ്. ഇതിനർത്ഥം CPM തകർന്നു കഴിഞ്ഞു, തളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അവർ നിലനിൽക്കില്ല എന്ന് പാർട്ടി തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളാണ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ നമ്മൾ കണ്ടത്. കൊല്ലം ജില്ല എന്നാൽ നമുക്കറിയാം തൊഴിലാളികളുടെ ഈറ്റില്ലമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനവും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു ജില്ലയാണ്. പക്ഷേ കൂട്ടത്തോടെ ഒരു വാർഡ് തന്നെ അങ്ങനെ CPM മുക്തമാവുകയാണ്. ആ വാർഡിൽ തന്നെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി അടക്കമുള്ളവർ, ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ഒന്നിച്ചു ചേർന്ന് 50ഓളം നേതാക്കന്മാരും പ്രവർത്തകരും വാർഡിലെ പ്രധാനപ്പെട്ടവരെല്ലാം പാർട്ടി വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പാർട്ടി അവിടെ ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ പാർട്ടി വിട്ടവരുടെ പ്രതിനിധി തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു. പാർട്ടി വിട്ട ആദർശ് യശോധരൻ CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കുന്നത്തൂര്. സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ള ഒരാളെ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ ആക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടായതും രാജിവെച്ച് എല്ലാവരും പുറത്തുപോയതും. പക്ഷേ കേരള നേതൃത്വത്തിലെ CPM തന്നെ മുഴുവനായും സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ സാമ്പത്തിക ക്രമക്കേടിൽ പെടുന്നത് അവർക്കൊരു ഉത്തേജകമായി മാറിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സാമ്പത്തിക കുറ്റങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചെയ്യുന്നത് കണ്ട് അത് താഴെ കമ്മിറ്റിയിൽ വരെ എത്തി നിൽക്കുമ്പോൾ അത് ചിലർ അംഗീകരിച്ചു എന്ന് വരില്ല. അതാണ് പൊട്ടിത്തെറിയായി കൊല്ലത്ത് കണ്ടത്. കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നും സീറ്റ് കച്ചവടമാണ് ഇതിൽ നടന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായതോടെയാണ് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. നമുക്കറിയാം ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് സീറ്റ് നൽകി. അതോടെ അവിടുത്തെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു പോയി. അങ്ങനെ ഓരോ കാരണം കണ്ടെത്തി CPM-ൽ നിൽക്കാൻ കഴിയാതെ പലരും പാർട്ടി വിടുകയാണ്.